നമസ്കാരം, നെല്ലീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചെയ്യണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലം ഞങ്ങളോടൊപ്പം ഞാൻ പറയുന്ന വീഡിയോ ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ ഇടയാകുകയും ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ ചെറിയ തോതിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നോട് ചില അഭിപ്രായങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുവാൻ തയ്യാറാകുന്നത്. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല? ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അത് മറന്നു പോവുകയും അരുത്. മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യനെന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ സംയോജനമാണ്. അതായത്, ഒന്ന്, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി. ഈ ബോഡി കൊണ്ടാണ് നിങ്ങൾ എന്നെ നെൽസൺ എന്ന് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എന്നാൽ വേറെ 2 കാര്യങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഈ ശരീരത്തെക്കാൾ പ്രാധാന്യം ഉള്ള 2 ഭാഗങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മളെ ഇത്തരത്തിൽ ജീവിക്കാൻ ഈ ലോകത്ത് നമ്മളെ അനുവദിക്കുന്നതും ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ആ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, അതാണ് മനസ്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെയാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എവിടെ എത്തിക്കുന്നതും ഒക്കെ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? അത് മരണമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ്. അത് നമ്മൾ തന്നെയാണ്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ശരീരം, മനസ്സ്, ആത്മാവ്. ഞാൻ വളരെ ചുരുക്കി ഈ കാര്യം പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 3 പഠിക്കാതെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് വിജയം എന്നുള്ളത് മനസ്സിലാക്കുകയില്ല. പലരും ചോദിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവാനായി ജീവിക്കുന്നു, എനിക്ക് എൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ശരീരത്തിൽ ഈ എനർജി ഉള്ളപ്പോൾ, അതിനാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നത്. ശരീരത്തിന്റെ എനർജി ലഭിക്കുന്നതിന് ആഹാരം കഴിക്കുക. പോഷകാഹാരങ്ങൾ കഴിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവയിൽ നിന്ന് ലഭിക്കുന്ന എനർജി തന്നെയാണ് മനസ്സും എടുക്കുന്നത്. ആ മനസ്സിന്റെ പ്രവർത്തനം, നല്ല മനസ്സ് ഉണ്ടാവണമെങ്കിൽ നല്ല ശരീരം ഉണ്ടാകണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഉന്മേഷവാനായി ഇരിക്കുന്നതിന് പലതരത്തിലുള്ള ആഹാരങ്ങൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എക്സസൈസ്. അപ്പോൾ ശരീരത്തെ ഉന്മേഷവാനായിട്ട് ഇരുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സും ഉന്മേഷമായി തീരും. അപ്പോൾ ആത്മാവിന്റെ കാര്യം, ആത്മാവ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മരണത്തിന് ശേഷമാണ് ആത്മാവിൻ വർക്കൗട്ട് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തോടെ ഞാനത് വ്യക്തമാക്കാം. അത് മാത്രമേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ പറയും. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകണം. ആ സംശയങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പോൾ മാത്രമാണ് അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കഥ. എന്നെ തന്നെ ഉദാഹരണമായി എടുത്തു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നെൽസൺ എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ബോഡി എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ തിരിച്ചറിയാൻ. എവിടെ, ഇപ്പൊ കൊട്ടാരക്കര വെച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച്, അല്ലെങ്കിൽ ബാംഗ്ലൂർ വെച്ച്, വേറെ ലോകത്തിന്റെ എവിടെ വെച്ചായാലും എന്നെ കാണുമ്പോൾ, ഈ ശരീരം കാണുമ്പോൾ എന്നെ നിങ്ങൾ തിരിച്ചറിയും. പക്ഷേ എന്റെ മനസ്സാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു ഉദാഹരണത്തിലൂടെ പറയുക. നെൽസൺ എന്ന് പറയുന്ന എനിക്ക് ഒരു സിഗരറ്റ് വലിക്കണം എന്ന ആഗ്രഹമുണ്ടാകും. ഈ ആഗ്രഹമുണ്ടായത് നെൽസന്റെ ശരീരത്തിന് ആണ്. ഈ ചുണ്ടിൽ ഇങ്ങനെ സിഗരറ്റ് വെച്ച് വലിക്കുന്ന പലരെ കണ്ടപ്പോൾ എന്നോട് ഉള്ളിലിരുന്ന് ആരോ പറയുകയാണ്, എനിക്കും അതുപോലെ ഒന്ന് വലിക്കാം. ടെൻഡൻസി വരുന്നത് ഈ ശരീരത്തിനാണ്. നമ്മൾ ടൈപ്പ് പഠിക്കുന്ന പോലെ, വണ്ടി പഠിക്കുന്ന പോലെ, ഓട്ടോ സജക്ഷൻ മോഡിലേക്ക് പോകുന്നത് പോലൊക്കെ ശരീരത്തിനൊരാഗ്രഹം എന്ത് ചെയ്യണം? ഒരു സിഗരറ്റ് വലിക്കണം. അപ്പോൾ
ഇവിടെ ആദ്യത്തെ സിഗരറ്റ് വലിക്കുമ്പോൾ വലിയ ഒരു ചിന്ത നടക്കുന്നത് നമുക്കറിയാം. ആ ചിന്തയാണ് മനസ്സിന്റെ ഇടപെടൽ. മനസ്സ് പറയുകയാണ്, ആ സിഗരറ്റ് വലിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആവശ്യമില്ലാതെ വലിക്കണ്ട. അവിടെയും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ മനസ്സ് ഈ കാര്യം ആത്മാവിനോട് ചോദിക്കുന്നു. അവനെ സിഗരറ്റ് വലിക്കണമെന്ന് എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. ബോഡി മനസ്സിനോട് പറഞ്ഞു, മനസ്സാത്മാവിനോട് പറയുകയാണ്. അദ്ദേഹത്തിന്, അതായത് നമ്മളെ രണ്ടുപേരെയും ഉൾക്കൊള്ളുന്ന നെൽസൺ എന്ന് പറയുന്ന ആ ഫിസിക്കൽ ബോഡിക്ക് ഒരു സിഗരറ്റ് വലിക്കണം, അവന്റെ ശാരീരികമായ ഒരു സുഖത്തിന്. മറ്റവൻ വലിക്കുമ്പോൾ പുക മൂക്കിക്കൂടെ പോകുന്നത് പോലെ എനിക്കും മൂക്കിക്കൂടെ പോകാൻ പറ്റുമോ എന്നൊക്കെ അവനൊരാഗ്രഹം. അപ്പോൾ ആത്മാവ് പറഞ്ഞു, ഞാനിതിന് കൂട്ടുനിൽക്കില്ല. പിന്നെയും മനസ്സിന്റെ ചിന്തകൾ ആത്മാവിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് അഗാധ തലത്തിലുള്ള ചിന്തകൾ. ഈ ചിന്തകൾ ആത്മാവിനോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ. ഏറ്റവും അവസാനം ആത്മാവ് മനസ്സിനോട് പറയുന്നു, നീ അവന് പെർമിഷൻ കൊടുക്കാൻ. ഒരിക്കലും ശരീരത്തിന് മനസ്സില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ആദ്യം പഠിക്കേണ്ടതായ കാര്യം. അപ്പോൾ മനസ്സ് പറഞ്ഞു, നീ ഒരു സിഗരറ്റ് വലിച്ചോളാൻ. ഓക്കെ, പൈസ എടുത്തു, സിഗരറ്റ് മേടിച്ചു, വലിച്ചു, ഒരു പഫ് എടുത്തു. അവ ഇങ്ങനെ പുക വിട്ടു. കണ്ടതുപോലെയൊക്കെ ആ പുക മൂക്കിക്കൂടെയും കണ്ണിക്കൂടെയൊക്കെ വിടാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ചുമച്ച് നടന്നില്ല. വീണ്ടും അവന് ഈ ആഗ്രഹം വന്നു, ഒന്നുകൂടെ എനിക്ക് സിഗരറ്റ് വലിക്കണം. അപ്പോഴും മനസ്സ് പറഞ്ഞു, അത് ചെയ്യരുത്. ഏറ്റവും അവസാനം മനസ്സാണ് അവിടെ സമ്മതിക്കുന്നത്. മനസ്സ് സമ്മതിച്ചു, ശരീരം വലിച്ചു. 2, 3, 4 ഇത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ ആത്മാവിനൊരു റോൾ ഇല്ലാതായി. അതോടൊപ്പം തന്നെ മനസ്സിന്റെ ചോദ്യങ്ങളും മനസ്സിന്റെ ആൻസറുകളും ഈ ശരീരം ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പ് അടിക്കുന്ന പോലെ SPF LKJ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടിക്കുന്ന പോലെ ശരീരം സ്വന്തമായി പാക്കറ്റ് എടുക്കുന്നു, സിഗരറ്റ് എടുക്കുന്നു. മനസ്സ് പറയുന്നവിടെ വലിക്കാതിരി, ഞാൻ നിനക്ക് പെർമിഷൻ തന്നു, ഇപ്പൊ വളരെ മോശമായി. ഇവൻ എടുക്കുന്നു, വലിക്കുന്നു. 10-21 ദിവസം ഇവൻ കണ്ടിന്യൂസ് വലിച്ചു. പിന്നെ മനസ്സിന്റെ പ്രയത്നം അവിടുന്ന് പോവുകയാണ്. അവിടെ ആ ഓട്ടോ സജഷൻ എന്ന് പറയുന്ന സാഹചര്യം വന്നു. ഇതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ ഇത്തരത്തിലാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. അപ്പൊ ക്യാരക്ടറിന്റെ ഫോർമേഷൻ ഉണ്ടായി. 21 ദിവസം 90 ദിവസത്തേക്ക് സ്ഥിരപ്പെടുത്തി. അപ്പോഴത്തേക്ക് യവൻ നല്ല രീതിയിൽ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. യവൻ കടന്ന് വിറയലൊക്കെ തുടങ്ങി. കയ്യും കാലും ഒക്കെ എവിടെ വെച്ച് കണ്ടാലും കണ്ണും ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ തന്നെ ഈ ചിന്തയ്ക്കതീതമായി സിഗരറ്റിനോടുള്ള ആസക്തി ഉണ്ടായി. സിഗരറ്റ് വലി നിരന്തരമായി തുടങ്ങി. അങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് ഇവന്റെ കരളൊക്കെ നശിച്ച് ഇവൻ മരിക്കുകയാണ്. മരിക്കുമ്പോൾ പോകുന്നത് മനസ്സെന്ന് പറഞ്ഞാൽ എനർജി, ശരീരത്തിന്റെ എനർജി വെച്ചാണ്. പക്ഷെ ആത്മാവിന് ഇത് വേണ്ട. ശരീരം നശിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ശരീരം പോയി. ശരീരത്തിനകത്ത് എനർജി ഇല്ലാത്തതുകൊണ്ട് മനസ്സും പോയി. ഇവർ രണ്ടുപേരും ഡിസ്കണക്ട് ആയി പോയി. ഇനി എന്നാൽ ഒരാൾ ജീവിച്ചിരിക്കും. അതാണ് ആത്മാവ്. ഈ ആത്മാവെന്ന് പറയുന്ന ആള്, പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ നേഹമോള്, നിയാമോള്, ലിനി, എന്റെ അമ്മ, എന്റെ സുഹൃത്തുക്കള് ഒക്കെ എന്നെ ഓർക്കുമ്പോ ഇപ്പൊ നേഹമോടെ ഒരു കല്യാണം വരികയാണ്. വരുമ്പോ നാട്ടിലെ നമ്മുടെ തൃക്കണമംഗ ജംഗ്ഷനിൽ എത്തി. എന്താണ് വഴിയൊക്കെ ചോദിക്കുന്നു. അപ്പോ പറയാ, നെൽസന്റെ വീട് വരെ ഒന്ന് പോകണം, അദ്ദേഹത്തിന്റെ മകളുടെ ഒരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട. അങ്ങനെ നെൽസന്റെ വീട് അന്വേഷിപ്പിക്കും. നമ്മുടെ ആ കുടി വലിയ പുകവലിക്കാരൻ അയാളെ കണ്ടോ, മരിച്ചുപോയ ദേഹി, ആ മനസ്സും പോയി. പക്ഷെ ആത്മാവ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അറിയപ്പെട്ടെ? വലിയൻ. യഥാർത്ഥത്തിൽ ഈ മനസ്സ് ഇവിടെ വലിക്കാനുള്ള പെർമിഷൻ അന്നേരം ഒരു വട്ടേ കൊടുത്തോളൂ. ശരീരവും മനസ്സും എടുത്ത ആ തീരുമാനമാണ് ജീവിതത്തിൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ തള്ളിവിടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയില്ല. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ശരീരത്തോടിരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന എനർജിയിൽ നിന്നുള്ള മനസ്സുമൊഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിനെ പാകപ്പെടുത്തണം. അതാണ് ജീസസ് ക്രൈസ്റ്റ് ചെയ്തത്. അതാണ് നബി ചെയ്തത്. അതാണ് ഗാന്ധിജി ചെയ്തത്. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇത് ചെയ്തു. അവരൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ബൈബിളിൽ ഒരു വാക്യം അതിനകത്ത്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്നത് ഇങ്ങനെയാണ്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് മനസ്സിന്റെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും. ഇത് എനിക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതല്ല. ഞാൻ എൻ്റെ മെഡിറ്റേഷനകത്ത് നിന്ന്, അല്ലെങ്കിൽ എൻ്റെതായ ഇന്റർപ്രിട്ടേഷനാണ്. അത് ഓർത്തുകൊണ്ട്
വേറെ ഒരാളെ ഇതിനകത്ത് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ വേറൊരു പുസ്തകം തപ്പിയാലോ ഇത് കിട്ടില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല ക്ലാരിഫിക്കേഷൻസിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കണമെന്നില്ല. എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാലും ശരി, നിങ്ങൾക്കിത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കൃത്യമായി സമയത്തെ വിനിയോഗിക്കുന്ന ഒരാൾ അവന്റെ ആത്മാവിനെ നേടും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി നിങ്ങളോട് പറയുകയാണ്. നെല്ലീസ് ഫാമിലി ടോക്ക് എന്നറിയപ്പെടുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും തമ്മിൽ എന്നും രാവിലെ നടക്കാൻ പോകുന്ന കുറച്ചു കൊച്ചു സംഭവ കഥകളും, പക്ഷെ എല്ലാം നോളജബിൾ ആയിട്ടുള്ളതാണ്. നോളജ് ഈസ് പവർ എന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആക്റ്റീവ് നോളജ് ഈസ് പവർ. അതിന് ഉതകുന്ന രീതിയിലുള്ള സംഭവ കഥകളും അറിവുകളും ഒക്കെ എന്നും രാവിലെ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കും. കൂടെ ചേർന്ന് നടക്കുക. ജീവിതത്തിൽ മോശമായ ഒരു പ്രവർത്തനവും ഈ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാകില്ല. നിങ്ങളുടെ നന്മയുടെ ഭാഗമായി തന്നെ നിങ്ങളോടൊപ്പം സഹോദരനായും വീട്ടിലെ അംഗത്തെ പോലെ ഞങ്ങളും ഉണ്ടാകും. താങ്ക് യു. കേട്ടതിന് നന്ദി.